ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എംകോഡിങ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ജാങ്കോ ട്യൂട്ടോറിയൽ ആണ്. സോ ഇന്നത്തെ സെക്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് ജാങ്കോ ഫോംസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജാങ്കോ ഫോംസ് ഡിസ്കഷൻ ആയിരുന്നു. ഇനി നമുക്ക് ജാങ്കോ ഫോംസ് എങ്ങനെ കോഡ് വഴിയിൽ നമുക്ക് കൊണ്ടുവരാമെന്നാണ്. സോ നമ്മൾ ഈ പ്രോജക്റ്റിനകത്ത് നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷനകത്ത് നമുക്കിപ്പോൾ ഒരു പുതിയൊരു പൈത്തൺ ഫയൽ കൊണ്ടുവരണം. അതിന് ഞാൻ പുതിയ ഫയൽ നെയിം forms.py forms.py എന്ന് പറഞ്ഞൊരു ഫയൽ ഞാൻ പുതിയ ആപ്ലിക്കേഷനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോംസിന് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് ജാങ്കോ ഇമ്പോർട്ടല്ല ഫ്രം ജാങ്കോ. ഫ്രം ജാങ്കോ ഇമ്പോർട്ട് ഫോംസ്. അപ്പോൾ ഫോംസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ മോഡൽസിന് എങ്ങനെയാണ് നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ ഫോംസിനകത്തും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ക്ലാസ് കൊണ്ടുവരാം. ക്ലാസ് ഫോം നെയിം ഫോംസ് ഡോട്ട് ഫോം. ഇങ്ങനെ ഒരു പാരാമീറ്റർ നമ്മൾ കൊടുക്കും, ഫോംസ് ഡോട്ട് ഫോം. അപ്പോൾ അത് നമുക്ക് ഫോമിനകത്ത് നമുക്കിപ്പോൾ 3 ഫീൽഡ് കൊണ്ടുവരാം. ആദ്യം നമുക്ക് നെയിം ഈസ് ഈക്വൽ ടു ഫോംസ് ഡോട്ട് ക്യാരക്ടർ ഫീൽഡ്. അതൊരു ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സ് ആയിരിക്കും, അതിനാണ് ക്യാരക്ടർ ഫീൽഡ് കൊടുക്കുന്നത്. അടുത്ത നമുക്ക് ഇമെയിൽ ഈക്വൽ ടു ഫോംസ് ഡോട്ട് ഇമെയിൽ ഫീൽഡ്. അടുത്ത നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫോംസ് ഡോട്ട് ക്യാരക്ടർ ഫീൽഡ് തന്നെ. നമ്മൾ അവിടെ ഒരു ടെക്സ്റ്റ് ഏരിയ ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ഏരിയയ്ക്ക് വേണ്ടി നമ്മളിവിടെ വിഡ്ജറ്റ് ഈക്വൽ ടു ഫോംസ് ഡോട്ട് ടെക്സ്റ്റ് ഏരിയ. സോ ഈ 3 ഫീൽഡായിരിക്കും നമ്മളിനി ക്ലാസ്സിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് വ്യൂസിനകത്ത് കൊണ്ടുവരണം. സോ വ്യൂസിൽ നമ്മളിവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇതിനെ ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം ഡോട്ട് ഇമ്പോർട്ട് ഫോംസ്. ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ പുതിയൊരു ഫങ്ഷൻ എഴുതാം. ഈ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോം അണ്ടർസ്കോർ വ്യൂ പറയുന്നത് ഒരു റിക്വസ്റ്റ്. നമ്മളിവിടെ ഇൻഡെക്സിൽ ഒരു ഫങ്ഷൻ എഴുതിയ പോലെ നമ്മളിവിടെ ഫോം വ്യൂവിനൊരു റിക്വസ്റ്റ് എഴുതുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഫോം ഈസ് ഈക്വൽ ടു ഫോംസ് ഡോട്ട് നമ്മൾ ആ ക്ലാസ് നെയിമാണ് കൊണ്ടുവരുന്നത്. ഫോംസ് ഡോട്ട് ഫോം നെയിം. ഇനി അടുത്ത നമ്മൾ റിട്ടേൺ ചെയ്യും. ഇനി ഇതിനെ റെൻഡർ ചെയ്യണം. റെൻഡർ റിക്വസ്റ്റ് നമ്മൾ ഫസ്റ്റ് ആപ്പിനകത്ത് നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഇൻഡെക്സ് ഡോട്ട് HTML വരെ നമുക്ക് ഇനി പുതിയൊരു HTML കൊണ്ടുവരാം. ഫോം ഡോട്ട് HTML നമ്മൾ കോണ്ടെക്സ്റ്റ് ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മളൊരു ഡിക്ഷണറി ആയിട്ടായിരിക്കും. ഫോം ഈക്വൽ ടു ഫോം. സോ നമ്മൾ ഈ ഫോം നെയിം എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ HTML-നകത്തോട്ട് പാസ് ചെയ്യും. നമ്മൾ ഈ ടെംപ്ലേറ്റിലോട്ട് പാസ് ചെയ്യും. സോ നമ്മളിവിടെ പുതിയൊരു HTML ആയിരിക്കും, ഫോം ഡോട്ട് HTML. അപ്പോൾ നമ്മൾ ഇവിടെ പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമുക്കൊരു ഫോം ഡോട്ട് HTML. നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നു. ഇൻഡെക്സ് ഡോട്ട് HTML നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഞാൻ കോപ്പി ചെയ്യാം. വെൽക്കം ടു ജാങ്കോ ട്യൂട്ടോറിയൽ
Django forms. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഫോം എന്ന് പറഞ്ഞൊരു ആ ഡിക്ഷണറിയിലുള്ള കീ നമ്മളിങ്ങോട്ട് പാസ് ചെയ്തു. ഓക്കെ, ഈ വ്യൂസിനകത്ത് നമ്മൾ form.html നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ നമ്മൾ കോണ്ടെക്സ്റ്റ് ഈ ടെംപ്ലേറ്റിനകത്തോട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. Python manage.py run server. ഓക്കെ, എന്തോ ഒരു ഓക്കെ, ഞാൻ വെർച്വലി എനേബിൾ ചെയ്തില്ല. Ctrl+Shift+P അടിച്ചിട്ട് പൈത്തൺ സെലക്ട് മൈ ടെസ്റ്റ്. ഓക്കെ, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, CLS Python manage.py run server. ഓക്കെ, നമുക്ക് ഇതെന്തായാലും നോക്കാം. നമ്മൾ അതിന് മുമ്പേ നമുക്ക് ഒരു കാര്യം വിട്ടുപോയി. നമ്മളിവിടെ വ്യൂസ് ക്രിയേറ്റ് ചെയ്തു. അടുത്ത നമുക്ക് ഒരു URL ക്രിയേറ്റ് ചെയ്യണം. സോ അതൊരു വിട്ടുപോയി. നമുക്ക് രണ്ടാമത്തൊരു path form views dot is dot form underscore view. URL-ന് നമ്മളിവിടെ ആക്ച്വലി ഇവിടെ ഒരു ഡിക്ഷണറി ആണ് വെക്കേണ്ടത്. കോമ. ഇതിനകത്ത് നമുക്ക് ആക്ച്വലി മെയിൻ നമ്മൾ URLസിനകത്ത് ബ്രാക്കറ്റ് എടുത്ത ഫസ്റ്റ് ആപ്പ് .urls അതായത് empty ആണെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് പോകും. എന്നിട്ട് ഇവിടെ /form ആയിരിക്കും കൊടുക്കേണ്ടത്. ഓക്കെ, 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 /form ആയിരിക്കത്തില്ല, form/ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ജാങ്കോ ഫോംസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇത് കുറച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാനുണ്ട്. അപ്പോൾ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, സോ ബൂട്ട്സ്ട്രാപ്പ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഫോമിനകത്ത് നമുക്കിപ്പോൾ തൽക്കാലം div ക്ലാസ് കണ്ടെയ്നർ ഓക്കെ, ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു ഫോം കൊണ്ടുവരാം. ഫോം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫോം ടാഗിനകത്ത് ഇവിടെ നമുക്ക് ആക്ഷൻ ഈക്വൽ ടു പോസ്റ്റ് ഫോം ഡോട്ട് ആസ് അണ്ടർസ്കോർ പി എന്ന് പറഞ്ഞു. കാരണം ഫോമിനകത്ത് നമുക്ക് പല ടൈപ്പുകളുണ്ട്. പി ടാഗ് ഉണ്ട്, div ടാഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊരു പി ടാഗ് ആയിട്ടായിരിക്കും വരുന്നത്. നമുക്കൊരു ഇൻപുട്ട് കൊടുക്കാം. ബട്ടൺ ടൈപ്പ് സബ്മിറ്റ്. ഓക്കെ, സബ്മിറ്റ് ക്ലാസ്. നമുക്ക് ഇങ്ങനെ ഒരു ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, btn primary. നമുക്ക് ആദ്യം അതിനെ ഇൻക്ലൂഡ് ചെയ്യണം.
നമുക്കിങ്ങനെ ഒരു സബ്മിറ്റ് ബട്ടനൊക്കെ വന്നിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയാൽ ഓക്കെ, നമ്മൾ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടാഗ്, അതായത് HTML ഇതാണ് ഫോം, നമ്മുടെ ആക്ഷൻ ഈക്വൽ ടു പോസ്റ്റ്. അതിനകത്ത് നമുക്ക് പി ടാഗ്, അതായത് നമ്മുടെ ഇത് ഡൈനാമിക്കലി വന്നതാണ്, ഇത് ജാങ്കോ ഫോംസിനകത്ത് വരുന്നതാണ്. ഇത് മൊത്തം കണ്ടോ പി ടാഗാണ്. അതായത് ഞാനിവിടെ ഫോം ഡോട്ട് ആസ് അണ്ടർസ്കോർ പി, അതായത് പറഞ്ഞാൽ പി ടാഗിനകത്തായിരിക്കും ഈ ഓരോ എലിമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് 3 എലിമെൻറ്റ്സ് ഉണ്ട്, നെയിം, ഇമെയിൽ, ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നതാണ് പി ടാഗ് വഴി. ഓക്കെ, ഇത് ഈ ആസ് അണ്ടർസ്കോർ പി ഇതേപോലെ നിങ്ങൾക്ക് ജാങ്കോ ഫോംസിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ജാങ്കോ ഫോംസിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട് ഓൺലൈൻ വഴി, അതിൽ നിങ്ങൾക്കിത് കാണാം. ഇനി നമുക്ക് ഇതിനകത്ത് ബൂട്ട് സ്ട്രാപ്പ് കൊണ്ടുവരണം. ബൂട്ട് സ്ട്രാപ്പ് കൊണ്ടുവരാനായിട്ട് നമ്മളിവിടെ ഡൗൺലോഡിനകത്ത് ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ ഓക്കെ, ഈ CSS നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന് നോക്കാം. ഹെഡ് തൽക്കാലം വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, സോ ജാങ്കോ ബൂട്ട് സ്ട്രാപ്പ് ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. കുറച്ചുകൂടി സ്റ്റൈൽ ചെയ്യാനുണ്ട്, പക്ഷേ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ ഈ നെയിം, ഇമെയിൽ, ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വേരിയബിൾ നെയിം കൊടുക്കുന്നതനുസരിച്ച് പോലെ ഇരിക്കും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇവിടെയാണ് യൂസ് ഫോംസ് ഡോട്ട് പൈ. ഓക്കെ, നെയിം, ഇമെയിൽ, ഡിസ്ക്രിപ്ഷൻ നമ്മളുടെ ഈ ഒരു നെയിം കൊടുക്കുന്നതനുസരിച്ചായിരിക്കും അവിടെ സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ സബ്മിറ്റ് അടിച്ചു കൊടുത്താൽ ഓക്കെ, ഇത് വാലിഡേഷനാണ്. vh.com കൊടുക്കുമ്പോൾ തന്നെ ഈക്വൽ ടു പേജ് നോട്ട് ഫൗണ്ട് എന്നാണ് പറഞ്ഞ് വരുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ ആക്ഷന് പകരം നമുക്കിവിടെ മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് എന്ന് കൊടുത്താൽ കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നു @.com. അപ്പം നമ്മളിവിടെ സബ്മിറ്റ് അടിക്കുമ്പോൾ നമുക്കിവിടെ ഫോർബിഡൺ ആണ് വരുന്നത്, കാരണം ഇവിടെ CSRF വെരിഫിക്കേഷൻ ഫെയിൽഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ CSRF ടോക്കൺ മിസ്സിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് CSRF എന്ന ടോക്കൺ എന്ന് പറയുന്നത് അത് സൈറ്റ് സെക്യൂരിറ്റി മെഷർ ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു CSRF ടോക്കൺ ആഡ് ചെയ്യും. %CSRF_token. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് വർക്ക് ചെയ്തു. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാം പോസ്റ്റ് 200 ഓക്കെ ആണെന്ന്. ഓക്കെ, ഇതാണ് നമ്മുടെ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിനെ വാലിഡേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ പോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് അവിടെ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ വ്യൂസ് ഡോട്ട് പൈക്കകത്ത് നമ്മൾ ഫോം വ്യൂവിന് ഇഫ് റിക് ഡോട്ട് മെത്തേഡ് ഡബിൾ ഈക്വൽ ടു പോസ്റ്റ് ആണെങ്കിൽ form is equal to forms dot form name. form name നകത്ത് നമ്മളിവിടെ rec dot post. ഓക്കെ, പോസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് if, അതായത് നമ്മുടെ മെത്തേഡ് പോസ്റ്റാണ്. ഓക്കെ, ഫോം നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോസ്റ്റ് ചെയ്യുന്നത് ഫോം വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇസ് അണ്ടർസ്കോർ വാലിഡ്. ഓക്കെ, വാലിഡ് ആണെങ്കിൽ പ്രിൻ്റ്
വാലിഡേഷൻ സക്സസ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രിൻ്റ് എന്താ പറയുക, നെയിം എന്ന് പറയുന്നത് പ്ലസ് ഫോം ഡോട്ട് ക്ലീൻഡ് ഡേറ്റ. ഓക്കെ, നമ്മളിങ്ങനെ നെയിം എന്ന് പറഞ്ഞെടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതുപോലെ നമ്മളിവിടെ കോപ്പി ചെയ്യണം. നെയിം, ഇമെയിൽ, ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കാം. Form name object has no attribute cleaned data. Okay, is valid and അവിടെ ബ്രാക്കറ്റ് മിസ്സായി. സബ്മിറ്റ് അടിച്ചാൽ നമുക്കിവിടെ ഫോം വാലിഡ് ആണ്. ഓക്കെ, പോസ്റ്റ് മെത്തേഡിലാണ് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഫോം വാലിഡ് ആകുമ്പോൾ നമ്മുടെ വാലിഡേഷൻ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ നെയിം, ഇമെയിൽ, ഡിസ്ക്രിപ്ഷൻ. നമ്മുടെ ഈ ഫോം ഡോട്ട് ക്ലീൻ ഡേറ്റ ആക്ച്വലി നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് എടുത്തുകൊണ്ട് വരും. സോ ഇങ്ങനെയാണ് നമ്മൾ ജാങ്കോ ഫോംസ് എഴുതുന്നത്. ഇതൊരു ബേസിക് ഫോമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ജാങ്കോ ഫോംസ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടാം. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.